അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. എല്ലാ മനുഷ്യരും ഇങ്ങനെ, ഞാനൊരു 10-20 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ ദൈവത്തെ മറക്കും. പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ. പല ആൾക്കാരും തിരിച്ചു വരുന്നത് തട്ട് കിട്ടിയിട്ടാണ്. അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പവും അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കും. പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും. അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹത്തിനാണ് അവർ അറിയണത്. അത് തന്നാളെ മറന്നു പോകും. തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക്. അപ്പം നമ്മൾ ഓർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്കിത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാൽ ഉടനെ ഷെയർ ചെയ്യത്തില്ലേ. ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. അത് ഉണ്ടാകാഞ്ഞിട്ടില്ല, ആ ദിവസങ്ങൾ അവരോട് വഴക്കിട്ടിരിക്കും നമ്മൾ. ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയ് ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും. അത് ഭയങ്കരമായ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്ക് എന്തോ നന്മ വരാൻ പോണെന്ന്. അല്ലാതെ എനിക്കിങ്ങനെ ഞാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചെന്നല്ല സംഭവിക്കണം. അതായത് എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരേണ്ട സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു മുഖം വെക്കും. അതാണ് ഹോശേയ 11:7 വായിച്ചേ. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു. അപ്പോൾ ഓർക്കേണ്ടത് എന്റെ ജനം എന്ന് പറയുന്നുണ്ടേ, എല്ലാവരും ദൈവത്തിന്റെ ജനമാണെങ്കിലും ദൈവം ഓൺ ചെയ്യണം. ദൈവം ഓൺ ചെയ്താൽ എന്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അല്ലെ? സങ്കീർത്തനം 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ അതിന്റെ വിഷയം മനസ്സിലായി. ഏത് മുഖം വെച്ചാലും നമ്മളെ തള്ളിക്കളയത്തില്ല. കാര്യം എന്താണ്? എന്റെ നിർമ്മലൻ എന്നാ പറയണത്. അതുപോലെ തന്നെ അവിടുന്ന് എൻ്റെ മേൽ മുഖം വെച്ചിരിക്കുന്നു. അപ്പം ചില ഭാരങ്ങളൊക്കെ വരുമ്പോഴേ അത് ഓർക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ്. അതിന് സങ്കീർത്തനം ചില ആൾ പറയുവേ, എനിക്ക് അമിതമായ പണം തരരുത്, എനിക്ക് അമിതമായ സന്തോഷം തരരുത്. നമുക്ക് സുഭാഷിതത്തിന്റെ 30-ാം അധ്യായം 8-ാമത് വാക്യം പരിശോധിക്കാം. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. 9-ാം തിരുവചനം. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ഇതെന്ന് വെച്ചാല് ഈ മിതശീതോഷ്ണമായിട്ട് ലൈഫ് പോകത്തുള്ളത്. അതായത് ഒത്തിരി നമ്മള് സന്തോഷത്തിന്റെ കാലം മാത്രമാണ് ചിലപ്പോൾ ദൈവത്തെ മറന്നു പോകും. എപ്പോഴും സങ്കടം മാത്രമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നിരീശ്വരവാദികളായി പോകും. സാധാരണ മനുഷ്യന്റെ ഒരു ഭാവമാറ്റങ്ങൾക്ക് 2 എക്സ്റ്റൻഷനേ ഉള്ളു. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിൽ നിർത്താൻ വേണ്ടി പറയണത്. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അതായത് അമിതമായ സന്തോഷം വരുമ്പോൾ അതിൽ ചെറിയ റെഗുലേഷൻ വരും. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലെ. നല്ല ദിവസങ്ങൾ ചില സമയത്ത് ചില വിഷയങ്ങൾക്ക് ഒരു റെഗുലേഷൻ വരും. അതിന്റെ കാരണം ബൈബിള് പൊതുവെ നൽകുന്നൊരു തോട്ടാണത്. എന്താ തോട്ടം വെച്ച് കഴിഞ്ഞാല്, അവിടുന്ന് അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊരു മുള്ളു തന്നെന്ന് പറയണില്ല. അതാണ് സംഭവം. അത് വായിച്ചത് 2 കൊരിന്തോസ് 12:7. 2 കൊരിന്തോസ് 12:7. വെളിപാടുകളുടെ ആധിക്യം വരുമ്പോഴേ സന്തോഷത്തിന്റെ ആധിക്യം വരിക. ആത്മീയ സന്തോഷത്തിന്റെ ആധിക്യമാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതല്ല സംഭവം. ഓവറായിട്ട് അധികമായിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ
ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം ഏറ്റെടുത്ത ദൈവ പൈതലിൻ്റെ ഒരു ലക്ഷണമാണത്. അത് ഇപ്പം എനിക്ക് കിഡ്നിയുടെ രോഗമില്ലേ, അപ്പോൾ അപ്പോൾ നിങ്ങളോർക്ക് ഞാൻ 24 hours കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളല്ലേ, അപ്പോൾ ദൈവം എന്നെ ഫ്രീ ആക്കി നിർത്തണ്ടേ? നിർത്തത്തില്ല. അപ്പം നിങ്ങൾ ആൾക്കാർക്ക് വിവരമില്ലാത്തമാർ ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി വിവരം ചെയ്തിട്ട് അങ്ങേർക്ക് പോയി ഇങ്ങനെ കുറിച്ചാണല്ലോ. അതല്ല സംഭവം. അതായത് സോഡിയം എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കത്തില്ല, അതിങ്ങനെ മണ്ണെണ്ണയിലിട്ട് വെക്കും അല്ലേ. നമ്മളുടെ കെമിസ്ട്രിയുടെ പഠനശാലയൊക്കെ പണ്ട് എന്നെ പഠിപ്പിച്ച പപ്പിയാ സാറ് ഇത് സോഡിയം കാണിക്കുമായിരുന്നു. സോഡിയം എടുത്ത് പുറത്ത് കൊല്ലി കൊണ്ടിട്ട് സോഡിയം പുറത്ത് വരുമ്പോൾ സോഡിയം ഓടി കിടക്കും, പോഞ്ഞ് ഓടി കിടക്കും, അവിടെ മുഴുവൻ പുകക്കി കളയും. അത് കാരണം എന്താ, ഇത് മുക്കിയിട്ടേക്കും. ഇതുപോലെയാണ് ദൈവം ചെയ്യണത്. നമ്മുടെ നല്ല സന്തോഷത്തെയും കൃപയെയും ദൈവം ചിലപ്പോൾ സങ്കടത്തിൽ മുക്കിയിട്ടേക്കും. അതെന്തുകൊണ്ടാണ്? വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ. ഫുൾ സ്വിങ് ആയിട്ടുള്ള ഒരു വചനമാണത്. അതായത് അവിടുന്ന് മരുഭൂമിയിലൂടെ 8:3 നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അതെ കണ്ട, അതാണ് സംഭവം. വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള വചനം വല്ലയിടത്തും കിട്ടുമോ? അതായത് നമ്മൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ സന്തോഷം, അല്ലെങ്കിൽ ഇപ്പം നീ ഒരു സിനിമ നിർമ്മിതാവാണ്, അല്ലെങ്കിൽ നീ ഒരു സിനിമ ഡയറക്ടറാണ്, അപ്പോഴും വചനം അപ്പം നീ അമിതമായ സന്തോഷം ഉണ്ടാവും. കാര്യം നിന്നേക്കാൾ സീനിയറായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇതിൻ്റെയൊക്കെ പഠനകാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാ പറ്റും? അപ്പോൾ അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും എന്താണ്, ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് പറയും. മാത്രമല്ല, അതാണ് വിഷയം. മാത്രമല്ല ജീവിക്കണത്. ഇപ്പം നിനക്ക് പഠനത്തിൽ റാങ്ക് കിട്ടി, സാഹിത്യം എഴുതുമ്പോൾ നിനക്ക് അവാർഡ് കിട്ടി, അപ്പോൾ കർത്താവ് പറയും ഈ അവാർഡിൻ്റെ സന്തോഷം മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. എന്താണ്? തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എല്ലാവരെയും മാറ്റത്തൊന്നുമില്ല, താൻ നിശ്ചയിച്ചുറപ്പിച്ച് മുൻകൂട്ടി വിളിച്ച് തിരഞ്ഞെടുത്ത ആൾക്കാരെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആധ്യാത്മിക മേഖലയെ വ്യാപരിക്കുകയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സുവിശേഷ ജീവിത രീതി അനുഷ്ഠിക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കർത്താവ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. താങ്ക് യു. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.